ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തായി, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ സുഖം തന്നെ. അപ്പോൾ റമദാൻ മാസത്തിലെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ രാവിലെ കുറച്ച് വൈകിട്ടാണ് എണീച്ചത്. സുബിയും അത്തായും സുബിയെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു 11:30-12 മണിയാകുമ്പോഴാണ് അടുക്കളയിൽ കയറിയിട്ടുള്ളത്. അപ്പോൾ പിന്നെ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളും എല്ലാം സാധനമെല്ലാം വാങ്ങിയിട്ടുണ്ടായിന്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ പിന്നെ ഇന്ന് ഉണ്ടാക്കുന്നതിൻ്റെ ഉള്ളിയും തക്കാളി അങ്ങനത്തെ എല്ലാം ഫസ്റ്റ് തന്നെ ഒന്ന് കട്ട് ചെയ്തിട്ട് വെക്കും. പിന്നെ സ്നാക്സിന് വേണ്ട ഉരുളക്കിഴങ്ങും ഞാനൊന്ന് പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിന്. അപ്പോൾ ആദ്യം തന്നെ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്താൽ തന്നെ പകുതി പണി തീരും. കട്ട് ചെയ്തതാണ് ഏറ്റവും വലിയ പണിയെന്ന് തോന്നുന്നു. അങ്ങനെ പിന്നെ എല്ലാം കട്ട് ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നുള്ളത് ബീഫ് കറിയും പിന്നെ ഒരു സ്നാക്സും ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഒരു ബ്രെഡ് കസ്റ്റാർഡ് പുഡിങ്ങും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളെല്ലാം കട്ട് ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ ബീഫ് കറി ഒന്ന് ഉണ്ടാക്കുന്നുണ്ട്. കുക്കറിലൊന്ന് വേഗം ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കിയ അവിടെ വേവാൻ വേണ്ടിയിട്ട് വെച്ചതിന് ശേഷം ഇത് കസ്റ്റാർഡ് ഉണ്ടാക്കുന്നുണ്ട്. ഇത് ബ്രെഡ് കസ്റ്റാർഡ് പുഡിങ്ങിന് വേണ്ട കസ്റ്റാർഡാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1.5 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു നുള്ള് ഉപ്പും ഇട്ട് കൊടുത്തിട്ട് പിന്നെ 1 ടേബിൾ സ്പൂണ് വാനില എസൻസും അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് പാലൊന്ന് മാറ്റി വെച്ചിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം കസ്റ്റാർഡ് പൗഡർ അതെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുത്തിട്ട് തിളപ്പിച്ചിട്ട് വെച്ച പാലിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കലാണ്. അങ്ങനെ മിക്സ് ചെയ്ത കസ്റ്റാർഡ് പൗഡർ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് നല്ലപോലെ ഒന്ന് തിളച്ചിട്ട് വരുമ്പോൾ ഇതിലേക്ക് 1/4 കപ്പോളം മിൽക്ക് മെയ്ഡും കൂടി ഇട്ട് കൊടുക്കുക. ഇതെല്ലാം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇത് തിളച്ച് വന്നതിന് ശേഷം പിന്നെ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അതിന് ശേഷം പുഡിങ് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ബ്രെഡിൻ്റെ അരികെല്ലാം കളഞ്ഞിട്ട് അതൊന്ന് പാനിലിട്ടിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് അപ്പുറം മറിച്ച് കൊടുത്തിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അങ്ങനത്തെ ഞാനെല്ലാം ബ്രെഡെല്ലാം ഒരു പാക്കറ്റോളം ബ്രെഡ് ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഈ പുഡിങ്ങിന് വേണ്ടിയിട്ട്. അങ്ങനെ അതും ആക്കി പിന്നെ എന്നിട്ട് കസ്റ്റാർഡ് ഒന്ന് തണിഞ്ഞതിന് ശേഷം പിന്നെ ഒന്ന് സെറ്റാക്കിയിട്ട് എടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഫസ്റ്റ് ഞാൻ കസ്റ്റാർഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മീത്തേറ്റ് ഇങ്ങനെ ബ്രെഡ് ഒരു ലെയറായിട്ട് വെച്ച് കൊടുത്തിട്ട് വീണ്ടും കസ്റ്റാർഡ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ കയ്യിലുള്ള ഫ്രൂട്ട്സ് എല്ലാം ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ആപ്പിളും പിന്നെ കറുത്ത മുന്തിരിയും അനാറും പിന്നെ റോബസ്റ്റ് പഴവും അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കയ്യിലുള്ള നട്ട്സും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലെയർ ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ബ്രെഡ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മീത്ത് കസ്റ്റാർഡ് വെച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും പിന്നെ ഫ്രൂട്ട്സ് എല്ലാം ഇങ്ങനെ ഇട്ട് കൊടുക്കലാണ്. അപ്പോൾ ഫ്രൂട്ട്സ് എല്ലാം കഴിക്കാൻ മടിയുള്ളവർക്കും കുട്ടികൾക്കെല്ലാം ഇങ്ങനെ ആക്കി കൊടുത്താൽ തന്നാലെ കഴിച്ചോളും. അപ്പോൾ ഇത് ഞാൻ റെഡിയാക്കിയിട്ട് എടുത്ത് ഇനി ഇത് തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ബാക്കിയുള്ള കസ്റ്റാർഡും പിന്നെ ഫ്രൂട്ട്സ് എല്ലാം ഞാനൊന്ന് കസ്റ്റാർഡ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്, ഫ്രൂട്ട് കസ്റ്റാർഡ്. അപ്പോൾ എൻ്റെ മോന് പുഡിങ് കഴിക്കില്ല, കസ്റ്റാർഡ് കഴിക്കും. അപ്പോൾ അതും ഞാൻ റെഡിയാക്കിയിട്ട് എടുത്തിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് ഫ്രിഡ്ജിലൊന്ന് സെറ്റാക്കാൻ വേണ്ടി വെച്ചതിന് ശേഷം ഞാനിവിടെ നാരങ്ങ വെള്ളം ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ബാക്കി പണികളെല്ലാം ഉണ്ടായിന്, പാത്രം കഴുകലും പിന്നെ ബാക്കി വന്ന ഫ്രൂട്ട്സും ഉള്ളിയെല്ലാം ഒന്ന് എടുത്തേക്കാനുണ്ടായിന്. അങ്ങനെ കുറച്ച് പണികളെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കിഞ്ഞ്. അപ്പോൾ ഇതൊരു പരീക്ഷണ സ്നാക്സ് ആയിരുന്നു, ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നുള്ളത്. അപ്പം ബീഫ് ഒന്ന് ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയെല്ലാം ഇട്ട് കൊടുത്തിട്ട് വേവിച്ചിട്ട് അതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് പിന്നെ വേവിച്ചിട്ട് വെച്ച ഉരുളക്കിഴങ്ങും പിന്നെ ക്യാപ്സിക്കും പിന്നെ സവാളയും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഗരം മസാല പൗഡറും അതെല്ലാം ഇട്ട് കൊടുത്തിട്ട് കൈയോട് തന്നെ നല്ല പോലെ ഞമ്മടി മിക്സ് ചെയ്തിട്ട് കൊടുക്കലാണ്. അങ്ങനെ ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് കയ്യിൽ എണ്ണ തടവി കൊടുത്തിട്ട് ഒന്ന് പിന്നെ നമ്മുടെ ഉന്നക്കായൻ്റെ ഷേപ്പിലല്ലേ ഒന്ന് ആ ഒരു ഷേപ്പിലാക്കിയിട്ട് എടുക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ എല്ലാം ഞാൻ ഈ സേമിയത്തിലൊന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ പരീക്ഷണം ഇവിടെയാണ് ഒന്ന് ഫെയിലായത്. അപ്പം ഇത് എണ്ണയിലിടുമ്പോൾ ഇങ്ങനെ പൊട്ടി വന്ന് അപ്പോൾ
ആടെ ഫ്ലോപ്പായിപ്പോയി പരീക്ഷണം. പിന്നെ ഈ ഒരു അവസ്ഥയാണ് ഉണ്ടായത്. നോക്കിയേ, എല്ലാ എണ്ണയിലും മിക്സ് ആയിട്ടുണ്ടായിന്. അപ്പോൾ പിന്നെ ഞാൻ ഇതെല്ലാം ഒന്ന് എണ്ണയിൽ നിന്ന് വേഗം കോരി മാറ്റി വെച്ച്, എന്നിട്ട് പിന്നെ ഞാൻ കുറച്ച് മൈദ ഉപ്പും ഇട്ടിട്ട് കലക്കിയിട്ട് ലൂസാക്കിയിട്ട് അതിലേക്ക് മുക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത്. അപ്പം നല്ല അപ്പമായിട്ട് കിട്ടിയിട്ടുണ്ടതിന്. ആ അപ്പം നല്ല ടേസ്റ്റും ഉണ്ടായിട്ടുണ്ടതിന്. പരീക്ഷണം തോറ്റെങ്കിലും അപ്പം പിന്നെ ടേസ്റ്റ് ഉണ്ടായിന്. ഞാൻ വിചാരിച്ച രീതിയിലുള്ള ഒരു സ്നാക്സ് ആയിട്ടാന്നേ ഇല്ലു, വേറൊരു രീതിയിലായത്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് അപ്പം ലാസ്റ്റ് ആയിട്ടുണ്ടായിരുന്നത്. എന്നാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിന്. പിന്നെ ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുള്ള സ്നാക്സ് ആയിട്ടില്ല എന്നേ ഉള്ളൂ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഏകദേശം നോമ്പ് തുറക്കാനായിട്ടുണ്ടായിന്. ഈ പണിയെല്ലാം കഴിയുമ്പോഴേക്ക് പിന്നെ കുറച്ച് പാത്രങ്ങളെല്ലാം ഉണ്ടായിന്, അതെല്ലാം പിന്നെ ക്ലീനാക്കിയും അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ബ്രെഡ് കസ്റ്റേർഡ് പുഡിംഗ് ഒന്ന് പുറത്തേക്ക് എടുത്തൊന്ന് കട്ട് ചെയ്തിട്ട് വെക്കലാന്ന്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് കസ്റ്റേർഡ് പുഡിങ്ങാണ്, എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നിന്നിട്ട് നോക്കണം. അപ്പോൾ അതിന് ശേഷം പിന്നെ കസ്റ്റേർഡും ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അതൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുത്തിട്ട് നേരത്തെ അനാറ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിട്ടാ. അപ്പോൾ അനാറും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുത്തിട്ട് ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അങ്ങനെ അതെല്ലാം റെഡിയാക്കിയിട്ട് എടുക്കുമ്പോഴേക്ക് ബാങ്ക് കൊടുക്കാനുള്ള സമയമായിട്ടുണ്ടതിനെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യാം. അപ്പോൾ എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമോ, കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാ ഇനിയും ഇങ്ങനത്തെ പുതിയ പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും. ബൈ.